കുത്തുമല്ല. ആ ആണിയെട് കില്ല. ആ എടുത്തിട്ട് കല്ല് വെച്ചേക്കാൻ പറ. മേളിൽ കൂടെ പോക്കാം. ആ കല്ലേ വെക്കാൻ പറ. ആ മാറി മാറ് നീ കല്ലേ വെച്ചാ മതി എന്ന്. അത് പറഞ്ഞിട്ട് കുഴപ്പമില്ല. മറ്റവരെന്താ വരാത്ത? നീ തോണ്ട പേടിച്ചിട്ടായിരിക്കും. കയ്യിലൊന്നും എടുക്കണ്ട. ഇന്നലെ ഇപ്പം ഞങ്ങളിന്ന് ബെഞ്ചിയുടെ അവിടെ പോകുന്ന നേരം ഒരു ചക്ക അവിടെ കൊണ്ടുപോകും. ഇത്രയും പറിച്ചിട്ട് ഇഷ്ടംപോലെ ചക്ക നിപ്പുണ്ട്. മേളില അങ്ങ് മണ്ടല. കോഴികൾക്ക് എടുത്തു വച്ചേക്കുന്ന ആ പാത്രം വെള്ളവും തീറ്റയൊക്കെ കൊടുക്കാനുള്ള. നീ കയറി കൊതു കടിക്കാതെ. അങ്ങനെ വെക്കാം മോനെ. ജോഷ് മോനെ എന്തോടുക്കോ രണ്ടുപേരൂടെ കിടക്കുവാന്നോ? ക്ഷീണമായോ? എന്തോ തിന്നേന്റെ ക്ഷീണോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രൈസൻ അച്ചാച്ച എന്റെ കൂടെ കിടക്കുവാന്നോ? പോളച്ചാച്ചൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. എടാ ആവി എടുക്കുന്നു. ഫാൻ ഇട്. അടിയിട്ടു സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കി പന്നലാവും. എന്താ നീ ഇവിടെ എന്തോ നിക്കുന്നേ? എന്തുവാ? അതെന്തോ കളിയാ? ചക്കറി മുത്തി. അടിയിട്ട് എനക്ക്. എടാ അമ്മച്ചി എന്താ കൊടുക്ക? അയ്യോ അങ്ങ് പോസ് ചെയ്യാൻ മിടുക്കനാ. ഈ നിക്കുന്ന എന്തുവാ? ഒരു ചിരിയും. ചിലപ്പോ കണ്ണങ്ങ് അടയ്ക്കും. കണ്ണടയ്ക്കണ്ട കേട്ടോ. മോനൊന്ന് മാറിക്ക. അമ്മച്ചി എടുത്ത് മോൻ എന്തോലും ചോദിച്ചേ. അയ്യോ അമ്മച്ചി ഉച്ചുകുത്തി മറിയുവാന്നോ? നീയല്ലേ ഇപ്പൊ ഉച്ചുകുത്തി മറിഞ്ഞത്? രണ്ട് ഇവനൂടെ കൊടുക്കും. ഇവൻ അതാ വന്ന് തലയിലൊന്ന് വന്ന് തൊട്ടേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കൊച്ചുങ്ങൾ ഭയങ്കര മ്ലാനതയാണ് ഞങ്ങളിങ്ങി വന്നോണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം ബെൻസിയുടെ വീടിൻ്റെ താഴെ ഒരു കനാലുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി ഒരു മിനിറ്റ് പോലും വേണ്ട അവരുടെ അങ്ങോട്ട് കയറാനായിട്ട്. ഒരു തേരിയുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം അവരുടെ അടുത്തെത്തി. അവിടെ വെളിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ കടയുടെ ബെഞ്ചു ആണ്ടെ.
ഇപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അവൾക്ക് കൊന്നക്കമ്പ് വേണമായിരുന്നു. അങ്ങനെ കൊന്നക്കമ്പും ചക്കയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് അങ്ങോട്ട് വെക്കുക. അപ്പോൾ ബെൻസി ആ റിക്ഷക്കാരൻ പെട്ടെന്ന് അങ്ങ് പോവുകയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി ജ്യൂസ് എടുത്ത് കൊടുക്കുക. പുള്ളിക്കാരൻ വേണ്ട ഷുഗറാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ചൂടല്ലേ ഇച്ചിരി കുടിച്ചിട്ട് പോന്നു. അപ്പം ബെഞ്ചി അറിഞ്ഞില്ല പോള് നിന്ന് വീഡിയോ എടുക്കുന്നത്. അവളതാ പറഞ്ഞത്, എടി എടുക്കാം, നീ നല്ലതാണെങ്കിലേ വീഡിയോ ഇടാതെ ഓടിപ്പോടാന്ന്. അതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ജോസ് ഇവിടെ ഇല്ലായിരുന്നു. ജോസ് വെളിയിൽ പോയേക്കുമായിരുന്നു. അർജൻറ്റ് എന്തോ ആവശ്യത്തിന് വെളിയിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് മൊത്തം ബെൻസിയുടെ പാത്രങ്ങളാണ്. ഇവിടുന്ന് പാഴ്സൽ ഓരോന്ന് അവിടെ കൊണ്ടുപോയതാണ്. കപ്പയും ബീഫും. കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഇവിടെ ഷീബയുടെ അവിടെ പോയിട്ട് വന്നെ. അമ്മച്ചി ഇവിടെ ഇരിക്കുവാന്നല്ലേ. അന്നേരം ഇത് ഷീബയുടെ പങ്ക്. ഇത് ഷീബയുടെ പങ്ക് ഷീബ തന്നു വിട്ട് അവിടുത്തെ അത് വെഞ്ചിക്ക് കൂടെ കൊടുക്കെന്നും പറഞ്ഞു. ഇത് വെഞ്ചി എന്തോ അറിയത്തില്ല. ഇതെന്തോ കൊടുത്തുവിട്ടിയാടി നീ? അത് അന്ന് വന്നപ്പം ബീഫ് കറിയും കപ്പയും തോരനും ഒക്കെ അമ്മയുടെ കൊടുത്തില്ല. അവളുടെ പാത്രം കിട കപ്പയും തോരനും. അതുകൊണ്ട് അമ്മയ്ക്ക് 3-4 ദിവസം നല്ലതായിരുന്നു അങ്ങനെ തീറ്റിക്കാൻ. ചോറും കറിയും അങ്ങനെ വെക്കണ്ടായിരുന്നു. ഇത് ഷീവയുടെ അവിടെ കൊണ്ടുവന്ന ഇച്ചിരി തോരൻ വെക്കാനോ പഴിപ്പിക്കാനോ നല്ല. പിന്നെ അവൾക്ക് ഇച്ചിരി ചീമക്കൊന്നേട്ട വേണമായിരുന്നു. ഇത് ബെഞ്ചിയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ഷീബ പറഞ്ഞായിരുന്നു. അവരുടെ ഏപ്രിൽ 6 നിങ്ങളുടെ മെയ്. ഞാൻ അന്നേരം പിന്നെ നമ്മൾ ബുക്ക് ചെയ്തൊന്നല്ല, ഞാൻ ബേക്കറി പപ്സ് വാങ്ങിക്കാൻ കയറിയാണ്. ഒരു കേക്ക് അവൾക്ക് വാങ്ങിച്ചോണ്ട് വന്നു. എന്റെ കെട്ടിയും പോലും ഇതുവരെ എന്നെ വിഷ് ചെയ്തില്ല. ഇത് പരുവായി മീൻകറിക്ക് താളിക്ക് വരുന്നത്. അന്നേരം നിങ്ങൾ വന്ന് നമ്മള് കറക്റ്റ് വന്നു. ആ വീട്ടുകാരാ നമ്മളെ തെറ്റിച്ചോണ്ടിരിക്കുന്നത്. വീഡിയോയില് ശിവച്ചിയുടെ ഇവിടുന്ന് കൊണ്ടുവന്ന അച്ചപ്പം കണ്ടപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരെണ്ണം കിട്ടിയാൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നല്ലോ, കിട്ടിയാൽ കഴിക്കാമെന്ന്. ഞാൻ എത്ര വർഷങ്ങൾക്ക് ശേഷം ഷൈച്ചനെ കാണുന്നേ. ഇങ്ങനെ അമ്മാച്ചന് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ എന്ത് പേടിച്ച ഈ പിള്ളേരും മറ്റേ അടുത്ത് പേടിച്ച്. എന്തോ ഇവിടെ ഇന്നലെ രാത്രി വിളിച്ചോടാ, ഷായങ്കളെ എനിക്ക് നിന്നെ കാണാതിരുന്നിട്ട് വിഷമം വരുന്നു. ചക്കരിമുത്തി ഞങ്ങൾ കേൾക്കാൻ ഉറങ്ങിക്കഴിഞ്ഞുള്ള സംഭവം ഇത്. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് അങ്ങോട്ട് മൊബൈൽ. ഇപ്പോഴത്തെ പിള്ളേരെ മൊബൈൽ എടുക്കുക, വാട്സാപ്പ് എടുക്കുക. എടാ ഷാജിമുത്തേ സുഖമാണോ, ഞാൻ കിടക്കാൻ. അതൊക്കെ കേൾക്കുമ്പോൾ ഷായിച്ചാനും വിഷമം. ഒരു വക ഷായിച്ചാൻ ചെയ്യത്തില്ലെന്ന് എടുത്ത് മണ്ട കയറി ഇരിക്കുക. ഞാൻ കല്യാണത്തിന്റെ ഒന്ന് കണ്ടേ ഷായിച്ചാനെ, വിരാജന്റെ കല്യാണത്തിന്, ശിവജിയുടെ കല്യാണത്തിന്. ഇതുവരെയും കണ്ടിട്ടില്ല. ജോഷാണ് ജേക്ക് പിന്നെ ഇവിടത്തെ അങ്ങ് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. പക്ഷെ മറ്റേ ഇങ്ങോട്ട് ഞാൻ വന്നോണ്ടാ ഞാൻ ചോദിച്ചു, മക്കൾക്ക് എന്തോ ഞാൻ കൊണ്ടുവരണം. എനിക്കൊന്നും കൊണ്ടുവരണ്ട, നീ എനിക്ക് ഒത്തിരി കൊണ്ടുവന്നില്ലേ. എന്നിട്ട് ഷീബേടുത്ത് എന്ന് പറയാ അന്ന് രാത്രി. ഇത് ഷീബേ ചിലപ്പം ഷീബേന്ന് വിളിക്കുക. അത് അവന്റെ ഇതുകൊണ്ടല്ല, അവന് അറിയത്തില്ല നീ എന്നൊക്കെ. എടാ പപ്പായെ, എടാ ഡാഡിയെ അങ്ങനെ വിളിക്കും. ഞാൻ മക്കൾ അങ്ങനെ വിളിക്കുന്ന എന്നെ മിണിയാൻറ്റി, ബിണിയാൻറ്റി അങ്ങനെ വിളിക്കുന്നേ. എന്നിട്ട് ഷീബേടുത്ത് എന്ന് പറയാന്ന് ഞാൻ ഡ്രസ്സെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട്, അമ്മേ ആൻറ്റിക്ക് ഒരു 500 rupees കൊടുക്കണം, ഒത്തിരി എനിക്ക് കൊണ്ടുവന്നില്ലേ. ഇത്രയും നാളെ 100 rupees ആയിരുന്നു, എനിക്ക് 500. മലയാളത്തിലല്ല, പേപ്പർ പൈസ കൊടുക്കണമെന്ന്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പം ബെഞ്ചി മമ്മിക്ക് തരാനെന്നും പറഞ്ഞ ഒരു അച്ചാറ് ഡബ്ബയൊക്കെ എടുത്ത് ബെഞ്ചി മമ്മിക്ക് ഇതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ മനസ്സിലാക്കി കൊച്ചിന്. ഭയങ്കര നോളജിലാണ് സംസാരം. മീൻസ് അവന് വല്യപ്പന്മാരുടെ കൂട്ടുള്ള ഒരു വിഷമിച്ച കട്ടിലേക്ക് കയറി ഇരിപ്പുണ്ടെന്ന് രണ്ടും. ആണോ? ആങ്ങളെയും കട്ടിലേക്ക് കയറി കിടപ്പുണ്ടെന്ന്. എന്നിട്ട് വെറ്റം പറഞ്ഞു ഞാനും അവരുടെ കൂടെ പോവാ. അയ്യോ പോയാ പിന്നെ ഇവിടെ ആരുണ്ട്, ഞങ്ങളെ നോക്കാം. ഞാൻ പറയടാ ഇനി ഒന്നും പറയണ്ട, മനസ്സിക്ക് ഒരു വിഷമം തട്ടിയോ പിന്നെ പറ്റ മൈൻഡ് മാറ്റി. എന്നിട്ട് ഷീവ എന്റെ ഒരു 3-4 ചോക്ലേറ്റ് അവിടുന്ന് കൊണ്ടുവന്നത് പാത്ത് തന്ന അവന്മാർ എപ്പോഴും തിന്നുമെന്ന് പറഞ്ഞ് ഇവന്മാർക്ക് കൊടുക്കാൻ. എന്റെ കയ്യിൽ നിന്ന് ജോഷിന്റെ മുമ്പിൽ വെച്ചൊക്കെ തറയിടും. എടി കള്ളി നീ പാത്ത് വെക്കുവല്ലേ, അങ്ങനെ ചെയ്യണ്ട. അപ്പൊ അതാണ്ട് എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളിന്റെ എന്തുവാ തോരൻ കൊടുത്തുവിട്ട സ്റ്റീൽ പാത്രത്തിലാന്ന് തോന്നുന്നു, ഒരു കൂടുതൽ വലുത്. അത് കണ്ടില്ലടി.
പിന്നെ നമ്മൾ കൊണ്ടുവന്ന് മുട്ടപ്പപ്സും കാണിക്കാം. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമില്ല. ഞാനേ രണ്ടുപേരുടെ വീഡിയോയിൽ സെയിം കണ്ടന്റ് ആണ്. ബേക്കറിന്നേ ഞാൻ പറഞ്ഞു 5 ഗുണ്ടില്ലായിരുന്നു, 5 പരിപ്പ് വട പാക്ക് ചെയ്യ്, 5 അല്ലാതെ തരാൻ. അപ്പം ഞാൻ പറഞ്ഞു 5 അല്ല 3. അയാൾ അന്നേരം ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞേ അത് പൊതിയണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് ഓട്ടോ ചെയ്തില്ല. അതെനിക്ക് മനസ്സിലായി, ഇവിടെ അല്ലേ. ഇത് പപ്സ് പൊടിഞ്ഞോടാ, നല്ല പരിപ്പോടെ ചൂടാ, വേണേ എടുത്ത് തിന്നു. റൈസും ചിക്കനും, റൈസ് മോന് ലെഗ് പീസുണ്ട്, പിന്നെ സാലഡ്. ഇവിടെ ഫ്രൂട്ട്സ് ഡബ്ബ മീഷോയിൽ നിന്ന് അവൾ വാങ്ങിച്ചാ. അല്ലേ, കൊള്ളാം, നല്ല കട്ടിയുണ്ട് അല്ലേ. ഹെവിയേ. മുട്ട പപ്സും ചായയും കൊണ്ട് തന്നു. ഇച്ചിരി ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്നയാ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് മതി. ഞാൻ എല്ലാവർക്കും ഉള്ള ശർക്കര ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ മതി. ഞങ്ങൾക്ക് ഇത് മതി. മധുരം കുറച്ച് മതി. കാരണം ഷിബിന ചാച്ച മധുരം കുറയ്ക്കുന്നുണ്ടോ? ജോസ് കുടിച്ചു കഴിഞ്ഞോ? പപ്സും തിന്നോ? എവിടെ പോയി ചായ അകത്തി വെച്ചോണ്ടേ? ജോസിന് നാണം വരുന്നു. പപ്സ് കൊള്ളാമോടോ പ്രീസൻ? ഇല്ല, നമുക്ക് നാളെ ചായ ഇടാടാ പ്രൈസാ. നീ നോക്കിക്കോ, നല്ല സൂപ്പർ ഡോളിപാൽ ഇല്ല ചായ ഉണ്ടല്ലോ, ഡോളിപാല. അത് വെച്ച് അങ്ങനെ ഞാൻ ചായ ഇട്ട് തരാം. ജോസാന്റെ ചായ അവനൊന്ന് കൊടുക്കണം. അവനിത് തന്നെ ടീക്കായിരുന്നു. വെഞ്ചി പറഞ്ഞൊരു ജോസ്റ്റാൻ്റെ ചായ പ്രൈസം കുടിക്കണമെന്ന്. ജോസ് ഉണ്ടാക്കുന്ന ചായ ജോസിന് വേണ്ടിയത് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അധികം പാലൊഴിക്കാത്ത ചായ ഇഷ്ടം. ചിലർക്ക് നല്ല പാൽ കൂട്ടി വേണം, ചിലർക്ക് കുറച്ച് അങ്ങനെ ഇല്ലേ. അപ്പം വണ്ടി അവിടെ ഓഫാക്കി ഇട്ടേക്കുക. അപ്പം പ്രൈസിന് അതിൻ്റെ അകത്ത് കയറി ഒന്ന് ഡ്രൈവിങ് ചെയ്യണമെന്ന്. അപ്പം ബെൻസി ഒക്കെ ഇരിച്ച് ഞാൻ പറഞ്ഞു വേണ്ട, ചെയ്യിക്കണ്ട, അങ്ങനെ ഓഫാക്കി ഇട്ടേക്കുന്നത്. എല്ലാം പിള്ളേരുടെ ഇഷ്ടത്തിന് നമുക്ക് പറഞ്ഞു ചെയ്ത് കൊടുക്കാൻ ഒക്കത്തില്ലല്ലേ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കി. എങ്ങനെയുണ്ടായിരുന്നു? നല്ലത്. ഇത് 5 ഉണ്ടെന്നേ അല്ല. ഇതെന്ന് പറയുന്നത് ബെൻസി ഒരു 3-4 മാസമായി കാണും. നാട്ടിൽ പോയപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടു കാണും. ഞങ്ങളുടെ വീട്ടിൽ പോയെണ്ണേ കമ്പിളി നാരങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം കൊണ്ടുവന്നായിരുന്നു. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇവളിങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾ ആ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വരാറാകുമ്പോഴത്തേനും എല്ലാം പൊഴിഞ്ഞു പോകില്ല. ഇനിയിപ്പം മേളി 1-2 നിന്നതാ ഈ കഴിഞ്ഞിട വീണ് ഞങ്ങളെടുത്തത്. പാവ ഇവള് ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പം ജോസ് ഇങ്ങനല്ല കട്ട് ചെയ്യുന്നത്, ജോസിന് അറിയത്തില്ലായിരുന്നു. ഞാനും ബെൻസിയും കൂടെ അവിടെ എന്തുവരും നാരങ്ങ അരിയുമായിരുന്നു. അപ്പം ഇവിടെ കൊച്ചുപപ്പായും മക്കളൂടെ ചെയ്ത പരിപാടികളാണ്. നമ്മൾ ഈ പിച്ചാത്തി അതിൽ കൊള്ളുവാണെങ്കിൽ കഴിക്കുമെന്നാണ് പറയുന്നത്. അതിനൊരു വശമുണ്ട് നമ്മളത് കട്ട് ചെയ്യുന്നത്. ജോസ് പിള്ളേർക്ക് എടുത്തു കൊടുക്കുക എളുപ്പം.
അയ്യോ ഇങ്ങനാണോ ചെത്തുന്നേ? ഈ ജോസാൻ അവനെ അറിയാമോ? ഇത് അത് പന്നലാ അത് ജോസങ്കല ചെയ്തു, ഞാനല്ല. അത് പന്നലൊന്നും അല്ലായിരുന്നു. ഇത് ഞാൻ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നേ. ആണോ? പുളി ഇച്ചിരി തണുക്കൂടാ. खाने नहीं हो रहा, दांत जा रहा है मेरा. ഇപ്പഴേ നേരത്തെ പൊട്ടിക്കണ്ടായിരുന്നു, ഇച്ചി കഴിഞ്ഞ് പൊട്ടിക്കായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. स्किन निकाल कर देना. ഇത് നീരില്ലാത്തയാ. ഇത് ചിലടം ഇത് പുളിയല്ലയോ, നല്ലത് പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഇത് കൊല്ലം. ഇതേ നീരില്ലാത്തൊരു സീസൺ ഉണ്ടല്ലോ ഇഞ്ചി. വലുതെടുത്തുകൂടായിരുന്നോടാ? ഞാൻ ചെത്തി തരാത്. ധാരവോ ചെത്തിക്കോ. बहुत दार है मम्मी. തലയെ കൊണ്ടിരുന്ന നൈറ്റ് കിട്ടത്തുമില്ല. ഉമ്മാര് നേരത്തെ ഇതിലും മലയാളം പറയായിരുന്നു, ഇപ്പൊ അതുമില്ല. എന്താടാ മലയാളം പറയാത്തെ? അവിടെ മലയാളം മാറും പറ്റത്തില്ല. മലയാളം പറയണം. മലയാളം പഠിക്കാതിരുന്ന എന്ത് ചെയ്യും? കേരളത്തിൽ വന്ന് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോണമെങ്കിൽ എന്ത് ചെയ്യും? അത്ര മലയാളം അറിയാം. കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോണമെങ്കിൽ അത്ര മലയാളം അറിയാം. അത്ര മലയാളം അറിയാവോ? ഓഹോ, എനിക്ക് അഞ്ചലോട്ട് പോണം. അന്ന് അഞ്ച് വരെ പോകാൻ വേണ്ടി ആരോട് പറയും? ഓട്ടോറിക്ഷക്കാർ. അത്രേ അറിയാലോ. വെരി ഗുഡ്. അയാളാ അഞ്ചൽ മൊത്തോട്ട് കറക്കും. അയാൾ അവിടെ ചെന്നേച്ച് അയാൾ അവിടെ കിടന്ന് കറങ്ങും. എവിടെ ആയില്ലേ? സോറി, ഈ ഭാഷ തൊട്ട് അയാൾക്ക് മനസ്സിലാവത്തുമില്ല. ഫ്രൂട്ട് എടുത്ത് വെക്കാം. അന്നേരം മെഞ്ചി നാളത്തേക്കിനുള്ളത് എടുത്ത് അടി വെക്കട്ടേടി. ഞാൻ എടുത്തില്ല. കുഞ്ഞിന് പഴം വേണോ? പഴുത്തത് കൂടെ തിരിച്ചു വെക്കടി. അങ്ങനെ അല്ലാതെ അടിപ്പോ അവിടെ താഴെ ഇതും. ഓ എൻ്റെ പൊന്നേ, അതെടു നീ. എന്നിട്ട് മറ്റേ പഴയത് വെച്ചാണെങ്കിൽ ഇങ്ങനെ കണ്ടിങ്ങനെ വെക്ക്. ഇതിപ്പോ വെളിയിലോട്ട് വെക്കാം. കഴിക്കാനുള്ളത് ഇപ്പം പുറത്ത് വെക്കും. അപ്പോൾ ഇന്ന് രാത്രി പുട്ടും പഴവുമാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.